നമ്മുടെ കോൺഫറൻസിന് ഒരു തീമുണ്ടല്ലോ, സൈന്യത്താലല്ല ശക്തിയാലല്ല എൻ്റെ ആത്മാവിനാൽ അത്രേ എന്ന ആ തീമിനോട് കൂടെ ചേർന്ന് നിന്ന് ഒരു ദൈവവചനം പഠന ചിന്ത ഒരുമിച്ച് ചിന്തിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിനെ പറ്റി ചിന്തിക്കുമ്പോൾ ഇന്നലെ രാത്രികാലവും നാം കേട്ടു തുടങ്ങി. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വരുന്നത് നോക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇൻ ദി ഓൾഡ് ടെസ്റ്റമെന്റ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് വാസ് നോട്ട് ഡ്വെല്ലിങ് ഓൾ ദ ടൈം, ഇറ്റ് വാസ് കമ്മിങ് ആൻഡ് ഗോയിങ്. ദൈവത്തിൻ്റെ ആത്മാവ് വന്നും പോയും ഇരുന്നതായിട്ടാണ് നാം കാണുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഇറ്റ് വാസ് ദ പെർമനന്റ് ഡ്വെല്ലിങ്. നമ്മുടെ ഇംഗ്ലീഷിൽ പ്രസംഗിച്ച പാസ്റ്റർ അദ്ദേഹം പറഞ്ഞു, സോ ദ ടെമ്പിൾ ഓഫ് ഗോഡ് വേർ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ഡ്വെല്ലിങ്. സോ പെർമനന്റ് ഡ്വെല്ലിങ് ഓഫ് ദ സ്പിരിറ്റ് വി സീ ഇൻ ദി ന്യൂ ടെസ്റ്റമെന്റ്. But when we see in the Old Testament, we see the Spirit of God was going and coming and going. And the time the Spirit of God was coming with a very specific purpose. ഒരു പ്രത്യേക ദൗത്യം, ഒരു പ്രത്യേക ടാസ്ക് ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഉണ്ടാകുന്ന സംവത്സരങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തിയിലേക്ക് കടന്നു വന്ന് ആ ദൗത്യം പൂർത്തീകരിച്ച്, ടാസ്ക് പൂർത്തീകരിച്ചതിന് ശേഷം ആത്മാവ് വിട്ടുപോകുന്നു, പിന്നെയും കടന്നു വരുന്നത് പോലെയുള്ള കാഴ്ചകൾ കാണുവാനായിട്ട് ഇടയാകും. ഇന്ന് പകൽക്കാലം ഒരുപാട് ആത്മാവോടുള്ള ബന്ധത്തിൽ in relation to the spirit there are lots of people we can study. What I want to take to think together, to study together, I want to talk to you about Samson. ശിംശോന്റെ മേൽ കടന്നു വന്ന ആത്മാവ്, അതിന്റെ ശക്തി, അതിന്റെ ഔട്ട്കം, ആ ഒന്ന് രണ്ട് ചിന്തകളാണ് നാം ഒരുമിച്ച് ചിന്തിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. So let's turn our attention to Judges chapter 13. 13 നാം ആ ഭാഗം കാണുന്നത്. So Israel was going in a very difficult time. ഈ 13-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ, in general we know that during the time of Judges, it is written at the beginning, the people were living just as they want, according to their wish. They were not following God's law, God's word. They were just leading their life as it is. ജനമൊക്കെ തങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ച ഒരു കാലമായിരുന്നു ന്യായാധിപന്മാരുടെ കാലം. അങ്ങനെ കടന്നു വന്ന് ഗിദെയോന്റെ കാലത്ത് നാം കാണുന്നു, ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് ചെയ്തു. ഈ 14-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതേ വാക്യം തന്നെ നാം 14-ാം അധ്യായത്തിൽ കാണുകയാണ്. അനന്തരം 13-ാം അധ്യായത്തിന് ആദ്യം കാണുകയാണ്, ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. അതുകൊണ്ട് ദൈവം അവരെ എത്ര നാൾ ഏൽപ്പിച്ചു കൊടുത്തെന്നാ? ഏകദേശം 70 സംവത്സരത്തോളം 40 സംവത്സരത്തോളം ഫെലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. So now Israel, who was called by the God, who God gave them the promised land, but they are not in the promised land. Why? Because they disobeyed to the God. ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചതുകൊണ്ട് ഇപ്പോൾ അവരെവിടെയാണ്? ഫെലിസ്ത്യന്റെ ക്യാപ്റ്റിവിറ്റിയിലാണ് for almost 40 years. So these people were praying, God, we need a deliverance from here. ഈ അടിമത്തത്തിൽ നിന്നൊരു വിടുതൽ വേണം. ഇതൊരു പാറ്റേൺ ആണ് ഇസ്രായേൽ മക്കളുടെ. ദൈവം അവരെ വിടുവിക്കും, അനുസരണക്കേട് കാണിക്കും. ദൈവം അവർക്ക് ഒരടി കൊടുക്കും, പിന്നെ മടങ്ങി വരും, പിന്നെയും പോകും. ഇറ്റ്സ് എ പാറ്റേൺ. നമ്മൾ ഈവൻ വി സീ ദിസ് പാറ്റേൺ ഈവൻ ഇൻ അവർ ലൈഫ് ടുഡേ. ഇപ്പോഴും നമ്മൾ കാണുന്നതല്ലേ, ഒരടി കിട്ടും, മടങ്ങി വരും, പിന്നെ ഒരടി തരും, പിന്നെയും നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകും. ഇറ്റ്സ് എ പാറ്റേൺ. വി സീ ഈവൻ ദാറ്റ് ഇൻ ദ ബൈബിൾ. So when we come into this particular portion, chapter 13, we see that the people of Israel were disobedient to God. They went back to the idolatry. Therefore, God sent them to captivity. Philistines came and attacked them again. They are under the rule of Philistines for almost 40 years. ആ പർട്ടിക്കുലർ കാലയളവിലാണ് നമുക്കറിയാം ശിംശോന്റെ മാതാവിന്റെ പേര് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഷീ ഈസ് എ നെയിംലെസ് വുമൺ. ദൈവവചനം രേഖപ്പെടുത്തിയിരിക്കുന്നു മനോഹയുടെ കുടുംബം, മനോഹയുടെ ഭാര്യ വയലിലായിരുന്നപ്പോൾ ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട്, നിനക്കൊരു കുഞ്ഞുണ്ടാകും, അവൻ എങ്ങനെയാണ്? നാസീർവ്രതസ്ഥനായിരിക്കും, വീഞ്ഞും മദ്യവും കുടിക്കരുത്, തല ക്ഷൗരം ചെയ്യിക്കരുതെന്നൊക്കെ വെരി സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻസ് gave it to Manoah's wife about Samson. Right? And then in connection to our theme, the spirit, that is where I want to take some time and think together. So വായിച്ച അതിന്റെ 24-ാമത്തെ വാക്യം എടുത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ 13-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം നോക്കിക്കേ. Judges chapter 13. സോ ആ വാക്കാണ് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നത് നമ്മുടെ തീമിനോടുള്ള ബന്ധത്തിൽ, ശിംശോനോടുള്ള ബന്ധത്തിൽ. വെൻ വി സ്റ്റഡി, സോ സാംസൺ വാസ് ബോൺ, ശിംശോൻ ജനിച്ചു.
അവന് ബാലൻ വളർന്നു, അവന് ശിംശോൻ എന്ന് പേരിട്ടു. യഹോവ അവനെ അനുഗ്രഹിച്ചു. സോരിക്കും എസ്താലിനും മധ്യയുള്ള മഹനേദാനിൽ വെച്ച് യഹോവയുടെ ആത്മാവ് അവനെ ഉദ്യമിപ്പിച്ചു തുടങ്ങി. The Spirit of God started stir him up. ആ വാക്കാണ് എന്നെ ചിന്തിപ്പിച്ചത്. നാം ഒരുമിച്ച് ചിന്തിക്കേണ്ടത് The Spirit of God stir him up. അവനെ ഉദ്യമിപ്പിച്ചു തുടങ്ങി. Hallelujah. So one of the functions of the Spirit of God in the Old Testament we see the word stir up. ആ വേർഡ് തന്നെ എനിക്ക് എടുത്ത് കുറെ ഭാഗങ്ങൾ പറയണമെന്ന് ആഗ്രഹമുണ്ട്. But I want to stick with what the stirring up the Spirit has done in Samson's life. എന്താണ് ശിംശോന്റെ ലൈഫിൽ ഈ സ്റ്റിറിങ് അപ്പ്? When the Spirit of God stirred him up, what happened to him? What happened to the nations? What is the outcome? That's what we want to study together. So the word, it is written, the Spirit of the Lord അവനെ ഉദ്യമിപ്പിച്ചു തുടങ്ങി. സോ എപ്പോഴാണ് ഈ ഉദ്യമനം തുടങ്ങിയത്? ശിംശോൻ ജനിച്ചു, പേരിട്ടു, ബാലൻ വളർന്നു. തൻ്റെ ടാസ്ക്, ഞാൻ പറഞ്ഞു, എവറി ടൈം വെൻ യു ലുക്ക് അറ്റ് ദ ഓൾഡ് ടെസ്റ്റമെന്റ്, ബിഫോർ ദേ ഡു എ ടാസ്ക്, ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് കംസ് അപ്പോൺ ഹിം. സോ ശിംശോനെ പറ്റി ഒരു ദൈവിക ഉദ്ദേശമുണ്ട്. അവനെ നാസീർ വ്രതസ്ഥനായി കഴിഞ്ഞ 40 വർഷമായി ഫെലിസ്ത്യന്റെ അടിയിൽ കിടക്കുന്ന ഇസ്രായേലിനെ വിടുവിക്കുക എന്നുള്ളതാണ് ശിംശോന്റെ മേൽ ദൈവം കൊടുത്തിരിക്കുന്ന ദൗത്യം. ആ ദൗത്യം തുടങ്ങുന്നതിന് മുമ്പേ, ബിഫോർ ഹി ഈവൻ സ്റ്റാർട്ടഡ് ഡൂയിങ് ഹിസ് ടാസ്ക്, അവൻ വളർന്നു, യൗവനത്തിലെത്തി, തന്റെ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പേ, what the Spirit of God doing here is, the Spirit of God is stir him up. Hallelujah. ഇതാണ് ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു ഫങ്ഷൻ. ബിഫോർ he started doing something in our life, he'll stir us up. Hallelujah. ദൈവവചനത്തിന്റെ ആത്മാവിനോടുള്ള ബന്ധത്തിൽ നാം പഠിക്കേണ്ടത് എന്താണെന്നറിയാമോ? ദൈവമക്കളെ, ദൈവത്തിന്റെ ആത്മാവ് ചിലതൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് ഉദ്യമിപ്പിച്ചു തുടങ്ങും. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് നമ്മളെ ഇളക്കും. ഈ ഉദ്യമിപ്പിക്കുക, സ്റ്റിറപ്പ് ചെയ്യുക എന്നുള്ള വാക്ക്, അതിന്റെ ശരിക്കും അർത്ഥം മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ, നമ്മളൊക്കെ കേരളത്തിൽ നിന്ന് വന്ന കൊച്ചു പിള്ളേർക്ക് മനസ്സിലാവത്തില്ല. നാട്ടിലെ പശുവും പശുക്കറവയൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ തൈര് ഉറയൊഴിച്ചേച്ച് ആ തൈര് ഉടയ്ക്കുന്ന ഒരു സാധനമുണ്ട്. അതിന് മത്തെന്നാ പറയുന്നത്. അതെ, മത്തെന്നാ പറയുന്നത്. ഈ മത്ത് വെച്ച് തൈര് ഉടയ്ക്കും. മമ്മിയൊക്കെ, ഞങ്ങളുടെ വീട്ടിൽ പശുക്കറവ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് മമ്മിയൊക്കെ ഇങ്ങനെ തൈര് ഉടച്ചൊടച്ച് കുറേ നേരം ഇതിനെ ഇളക്കി കഴിയുമ്പോൾ ഇതിനകത്തിലെ ഗീ സെപ്പറേറ്റ് ചെയ്യും. ആ ഗീ നല്ല പ്യുവർ ഗീ ആണ്. ആ സാധനം തിരിച്ചെടുത്ത് മറ്റേത് നമ്മൾ മോരാക്കും, പല പ്രോഡക്റ്റ് ആക്കി മാറ്റും. ആ ഉടയ്ക്കലാണ്, ആ സ്റ്റിറപ്പാണ് ഈ ഇവിടെ എഴുതിയത്. പിന്നെ അതിന്റെ മൂലഭാഷയിലെ ഗ്രീക്കും ഹീബ്രു എടുത്ത് പഠിച്ചാൽ അതിനൊരു നെഗറ്റീവ്, അജിറ്റേറ്റ് ചെയ്യുക എന്നൊരു വാക്കും അതിന് അർത്ഥമുണ്ട്. ബട്ട് ലെറ്റ് us take it in a positive way. അത് നമ്മളെ സ്റ്റിറപ്പ് ചെയ്ത്, നമ്മളെ ഓടച്ച് നമ്മളെ അതിനകത്ത് നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത്, ദൈവം നമ്മളെ എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണോ ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത് അതിനുവേണ്ടി നമ്മളെ കൊണ്ടുവരും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഒരുമിച്ച് ചിന്തിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്നാണെന്നറിയാമോ? വെൻ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് സ്റ്റാർട്ട് ഡൂയിങ് സംതിങ് ഇൻ യു. നമ്മൾ ഈ പട്ടണത്തിലൊക്കെ വന്നപ്പോൾ ഇന്നലെ പലരും പറഞ്ഞു, പലരും ഒരു പക്ഷേ ഒരു കടം വാങ്ങിച്ച ഒരു പെട്ടിയും കൊണ്ടായിരിക്കും ചിലപ്പോൾ ഇവിടെ വന്നേ. ലോൺ എടുത്ത് നമ്മുടെ അപ്പൻ്റെ അമ്മയുടെ ഒക്കെ വസ്തു ചിലപ്പം ബാങ്ക് ലോൺ വെച്ച് ആ പണം കൊണ്ടാണ് ഇവിടെ വന്നത്. അവിടെ വെച്ച് തുടങ്ങി. പക്ഷേ സ്പിരിറ്റ് ഓഫ് ഗോഡ് ഹാസ് സ്റ്റാർട്ടഡ് ഡൂയിങ് സർട്ടൻ തിങ്സ് ഇൻ അവർ ലൈഫ്. ദൈവത്തിന്റെ ആത്മാവ് തുടങ്ങി വെച്ച ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇന്ന് പകൽക്കാലം ഓർക്കണം, ദൈവത്തിന്റെ ആത്മാവ് ചിലത് തുടങ്ങി വെച്ചെങ്കിൽ അതിനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. The function of the Spirit is to start something by stirring up your heart. ഇന്ന് പകൽക്കാലം നാം ഓർക്കണം, ഈ ദിവസങ്ങളിൽ ഈ കോൺഫറൻസ് മുന്നോട്ട് പോകുമ്പോൾ, if the Spirit of God is stirring up your heart to start something, you've been praying for something to do, you've been praying for something, you've been waiting, you've been seeking God's presence or God's word to start something, but you've been delaying, but the Spirit of God has been stirring you up. It is the Spirit of God is asking you to start doing something. If the Spirit of God is starting something, then he will continue to fulfill it. ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു ഫംഗ്ഷൻ ടു ബിഗിൻ സർട്ടൻ തിങ്സ്. അത് തന്നെയല്ലേ ദൈവവചനത്തിലേക്ക് നോക്കിക്കേ. ആദിയിൽ ഭൂമി പാഴും ശൂന്യമായിരുന്നപ്പോൾ, in the beginning the Spirit was there. When God created the man, his spirit went into the human body.
അല്ലെ? ആ മണ്ണ് കൊണ്ടുണ്ടാക്കിയതിലേക്ക് ദൈവത്തിന്റെ ആത്മാവിനെ അയച്ചു. ഇനി ഇൻ ടേംസ് ഓഫ് പെർട്ടിക്കുലർ ടാസ്ക്, കർത്താവ് മോശ സമാഗമന കൂടാരം ഉണ്ടാക്കുമ്പോൾ ബെസലേലിന്റെ മേൽ ആദ്യം ദൈവത്തിന്റെ ആത്മാവ് ആരുടെ മേലെ പറഞ്ഞേ? ഹി ഈസ് എൻ ആർക്കിടെക്ട്. God's spirit came upon an architect to begin an architectural work. അതിനു വേണ്ടിയിട്ടാണ് ദൈവം തുടങ്ങിയത്. എലീശായുടെ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പ് എന്താ ചെയ്ത ദൈവം? എലീശായുടെ പുതപ്പിട്ട ആത്മാവിന്റെ അഭിഷേകത്തിന്റെ ഇരട്ടി പങ്ക് അവന്റെ മേൽ കൊടുത്തിട്ടാ ശുശ്രൂഷ തുടങ്ങിയത്. യോഹന്നാൻ സ്നാപകൻ ശുശ്രൂഷ തുടങ്ങുന്നതിന് എത്രയോ മുമ്പ്, വെറും 6 മാസം ബേബി ആയിരിക്കുമ്പോൾ യേശു കർത്താവിന്റെ സാന്നിധ്യം കൊണ്ട് അവന്റെ അകത്ത് ആത്മാവിൽ തുള്ളി ഹല്ലേലൂയ അവന് ശുശ്രൂഷ തുടങ്ങി. സോ വെൻ ഹി ബിഫോർ ഈവൻ ബിഗാൻ ദ വർക്ക്, ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് വാസ് ദേർ ഇൻ ജോൺ ദ ബാപ്റ്റിസ്റ്റ്. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ പറ്റി എഴുതിയിരിക്കുന്നത് എന്താ? കർത്താവ് അവന് വെള്ളത്തിൽ സ്നാനമേറ്റപ്പോൾ പരിശുദ്ധാത്മാവ് അവന്റെ മേൽ വന്നു, ആത്മാവിൽ നിറഞ്ഞ് അവൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയി. So every good work will begin with the spirit. നമ്മളെ ഈ വചനം നമ്മളെ ഉറപ്പിക്കുന്ന ഒരു കാര്യം എന്നാണെന്നറിയാമോ? If you start with the spirit, start with the Holy Spirit, not by might, not by power, but by spirit. Hallelujah. അങ്ങനെ തുടങ്ങാമോ ദൈവമക്കളെ? അതിനെയൊക്കെ ദൈവം മുന്നോട്ട് കൊണ്ടുപോയിക്കോളും. നമ്മുടെ കോൺഫിഡൻസ് അതാ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ആരെങ്കിലും, ഐ നോ ഇറ്റ് ഈസ് എ ബൈബിൾ സ്റ്റഡി, എൻ്റെ ഇച്ചിരി റിവൈവൽ മെസ്സേജ് പോലെ പോയ സോറിയുണ്ട്, നമ്മൾ സ്റ്റഡി ആയിട്ട് തന്നെ മുന്നോട്ട് പോവാം. ബട്ട് ഇഫ് എനിബഡി ഈസ് തിങ്കിങ് ഹിയർ, ഡൗട്ടിങ് വെദർ ക്യാൻ ഐ സ്റ്റാർട്ട് ദിസ്, ബട്ട് ഇഫ് യു ആർ സ്റ്റാർട്ടിങ് ഇൻ സ്പിരിറ്റ്, ജസ്റ്റ് കീപ് ഗോയിങ്, ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ഈസ് ദെയർ വിത്ത് യു. ഒരു ദുഃഖകരമായ കാര്യമെന്ന് പറഞ്ഞാൽ, ആത്മാവിൽ തുടങ്ങിയ പലതും ആത്മാവിൽ കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പെന്തക്കോസ് കോളത്തിന് തന്നെ പറ്റിയിരിക്കുന്ന ഒരു കുഴപ്പം, ഒരു അബദ്ധം അല്ലേ? അതുകൊണ്ട് ഇന്ന് പറ്റിയ കാര്യമല്ല. In olden times it already happened when Paul was there. What is he writing? When Paul writes his letter to Galatians, ഗലാത്യ സഭയ്ക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പൗലോസ് അഡ്രസ് ചെയ്യുന്നത്? പൗലോസ് പറയുക, പൗലോസ് തന്റെ മിഷണറി യാത്രയിൽ ഗലാത്യയിൽ കൂടെ കടന്ന് ഗലാത്യ സഭ സ്ഥാപിച്ച ഗലാത്യയ്ക്ക് പിന്നീട് ലേഖനം എഴുതുമ്പോൾ വളരെ വേദനയോട് പൗലോസ് എഴുതുക, ഞാൻ പറഞ്ഞിട്ടില്ലാത്ത മറ്റൊരു സുവിശേഷം എവിടുന്നോ കയറി വന്നു. ഹല്ലേലൂയ. പൗലോസ് പറയുക, മൊസൈക്ക് ലോ നിങ്ങൾ ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പം ഗലാത്യ സഭയ്ക്കകത്ത് കയറിയിരിക്കുന്ന കുറച്ച് പേര് പറയുക, നോ 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 നോ, നമ്മൾ എന്തോ ചെയ്യണം? സർക്കംസിഷൻ ഫോളോ ചെയ്യണം, മൊസൈക്ക് ലോ ഫോളോ ചെയ്യണം. Paul always was preaching about inclusion. പോൾ പറഞ്ഞു, യഹൂദനും ജാതിയനും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല, രക്ഷ എല്ലാവർക്കും ഒരുപോലെ എന്ന് പഠിപ്പിച്ച ഗലാത്യ സഭയിൽ ഇപ്പൊ എന്താ സംഭവിച്ചേക്കെന്നറിയാം? അവർ പറയുക, പോരാ, യഹൂദന് ജാതീയരായിട്ട് കടന്നു വന്നവര് സർക്കംസിഷൻ ചെയ്യണം, മൊസൈക്ക് ലോ ഫോളോ ചെയ്യണം, ജൂയിഷ് കസ്റ്റംസ് ഫോളോ ചെയ്യണം, പിന്നെ അവർക്ക് ഫ്രീഡം ഇല്ല. അവരെ പിന്നെയും ട്രഡീഷന്റെ അകത്തേക്ക് പിടിച്ചിടുവാൻ ഗലാത്യ സഭയിൽ നോക്കുമ്പോഴാണ് പൗലോസ് 3-ാം അധ്യായം 3-ാം വാക്യം എഴുതിയിരിക്കുകയാണ്, ക്രിസ്തു നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാണിയിരിക്കെ നിങ്ങളെ ശുദ്രം ചെയ്ത് മയക്കിയത് ആര്? എന്നിട്ട് ഗലാത്യർ 3:3 പൗലോസ് പറയുന്ന ആ വാക്ക് നമ്മുടെ തീമുമായിട്ട്, ഈ ചിന്തയുമായിട്ട് യോജിച്ചു പോകുന്നത്. ഗലേഷ്യൻസ് 3:3 ഇങ്ങനെയാണ് പൗലോസ് ചോദിക്കുന്നത്, നിങ്ങൾ ആത്മാവിൽ ആരംഭിച്ചിട്ട് ജഡത്തിലാണ് അവസാനിപ്പിക്കുന്നത്. ഈ ബൈബിൾ സ്റ്റഡിയുമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മൾ എവിടുന്നാ തുടങ്ങിയേ? ആത്മാവിൽ തുടങ്ങിയതാ ഈ പരിപാടി, ആത്മാവിൽ തുടങ്ങിയതാ. But the Spirit of God is asking, did we not start in spirit? How come it is going in flesh? ആത്മാവിൽ തുടങ്ങിയത് ആത്മാവിൽ കണ്ടിന്യൂ ചെയ്യട്ടെ. അത് ഒരിക്കലും ജഡം കയറി വരാതെ നാം ആത്മാവിൽ തന്നെ മുന്നോട്ട് പോകുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കട്ടെ. ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ടോ സമാപിക്കുന്നത്. So the consistency in the spirit, it's not just the beginning. The spirit is the one who stir up your heart, stir up your actions, stir up your purpose, stir up your task. But our responsibility is, അതുകൊണ്ടാണ് പിന്നെയും നമുക്ക് ഒരുപാട് ഭാഗങ്ങൾ ചിന്തിക്കാം, walk in the spirit. ആത്മാവിൽ നടക്കണം, ആത്മാവിൽ ജീവിക്കണം, ആത്മാവിൽ ചിന്തിക്കണം, ആത്മാവിന്റെ പ്രവൃത്തികൾ, ഒരുപാട് കാര്യങ്ങൾ. So that'll keep you consistency in being in spirit. Then we will end up in spirit. God is the one who stir up your heart. That begins, but that should be our goal, our desire. God, you started my ministry in spirit. I started my life here in Canada in spirit, but I want to finish in spirit, not in flesh. ആത്മാവിൽ തുടങ്ങിയതൊക്കെ ആത്മാവിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുവാൻ ദൈവം സഹായിക്കട്ടെ. So when you come back to Samson, so സാംസൺ ജനിച്ചു വളർന്നു,
ആത്മാവ് അവനെ ഉദ്യമിപ്പിച്ചുകൊണ്ടിരുന്നു. സോ എന്താണ് ശിംശോന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ചില പ്രവൃത്തികളെന്ന് നമുക്ക് നോക്കാം. അതിന്റെ 6-ാമത്തെ വാക്യം വായിച്ചു, 14-ന്റെ 6-ാമത്തെ വാക്യം. ആ ആ ആ സോ നോക്കണം, അടുത്തത് ശിംശോന്റെ ജീവിതത്തിൽ ദി ഔട്ട്കം ഓഫ് ദ സ്പിരിറ്റ് ഇൻ സാംസൺ ലൈഫ്. നമുക്കറിയാം, സാംസൺ വളർന്നു. സാംസൺ ഈ 14-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ സാംസൺ തിമ്ന എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. തൻ്റെ പേരൻസും കൂടെയുണ്ട്. അപ്പം ശിംശോനും പേരൻസും കൂടെ തിമ്ന എന്ന സ്ഥലത്തോട്ട് കടന്നു പോകുമ്പോൾ അവിടെ എന്താ എഴുതിയിരിക്കുന്നേ? പെട്ടെന്ന് ഒരു ബാലസിംഹം തൻ്റെ നേരെ കടന്നു വന്നപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് സ്പിരിറ്റിന് ദെൻ ദ സ്പിരിറ്റ് ഓഫ് ദ ലോ, നമ്മുടെ മലയാളത്തിൽ യഹോവയുടെ ആത്മാവ് അവൻ്റെ വന്നു എന്നേ എഴുതിയിട്ടുള്ളൂ. പക്ഷെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ എഴുതിയിരിക്കുന്നത് ദെൻ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് റഷ്ഡ് ഇൻടു ഹിം. അത് അപ്പോസ്തല പ്രവൃത്തികൾ 1-2 അധ്യായത്തിൽ അവർ കൂടിയിരുന്നപ്പോൾ പരിശുദ്ധ ആത്മാവ് ഒരു വലിയ ശബ്ദത്തോടുകൂടി അവരുടെ മേൽ റഷ് ചെയ്ത് വന്നേക്കുന്നത്. അതേ വാക്ക് തന്നെയാണ് ഇവിടെ ശിംശോന്റെ ഇവിടെ എഴുതിയിരിക്കുന്നത്. തിമ്നയിൽ ശിംശോനും പേരൻസും കൂടെ നടന്നു പോയപ്പോൾ ബാലസിംഹം തനിക്ക് നേരെ കടന്നു വന്നപ്പോൾ, അപ്പോൾ അവിടെയാണ് നാം ആ ഓൾഡ് ടെസ്റ്റമെന്റിലെ അറ്റ് ദ പർട്ടിക്കുലർ ടൈം ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്, അപ്പോൾ എന്ത് ചെയ്തു? ഈ പരിശുദ്ധ ആത്മാവ് തൻ്റെ മേൽ കടന്നു വന്നു. എന്നിട്ട് അടുത്ത വാക്കാണ് നമ്മൾ ഒരുമിച്ച് പഠിക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. അവന്റെ മേൽ വന്നു. അടുത്ത വാക്ക് എന്താ എഴുതിയേക്കുന്നേ? കയ്യിലൊന്നുമില്ല കേട്ടോ, കയ്യിലൊന്നുമില്ല. പക്ഷെ എന്തോ ഉണ്ട്, ആത്മാവുണ്ട്. സോ ഇതാണ് നമ്മൾ ഒരുമിച്ച് പഠിക്കേണ്ടത്, ചിന്തിക്കേണ്ടത്. മേ ബി അവർ ഹാൻഡ്സ് ആർ എംപ്റ്റി, ഡസൻറ്റ് മാറ്റർ. ഇന്ന് പകൽക്കാലം കുഞ്ഞെ, നിന്റെ കരങ്ങൾ ഒരു വശം ശൂന്യമായിരിക്കാം, നിന്റെ ബാങ്ക് ബാലൻസ് എംപ്റ്റി ആയിരിക്കാം, നിന്റെ മനസ്സ് എംപ്റ്റി ആയിരിക്കാം, നിന്റെ ജോലി എംപ്റ്റി ആയിരിക്കാം. ഇറ്റ് ഡസൻറ്റ് മാറ്റർ. പക്ഷെ ആത്മാവ് നിന്റെ മേലുണ്ടോ? ഇന്ന് പകൽക്കാലം പറയട്ടെ, കയ്യിൽ ഒന്നുമില്ലാതിരിക്കെ ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ കടന്നു വന്നപ്പോൾ അവൻ ആ ബാലസിംഹത്തെ ഒരാട്ടിൻകുട്ടിയെ പോലെ വലിച്ചു കീറുവാൻ വേണ്ടി ഇടയായി തീർന്നു. ഇന്ന് പകൽക്കാലം നമ്മൾ ഒരുമിച്ച് ദൈവത്തിന്റെ വചനം ഒരുമിച്ച് ചിന്തിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്നത് ഇതാണ്: നമ്മുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും, even though your hands are empty, if you have the spirit of God, you will be able to tear up the enemy even if you don't have anything. നമ്മുടെ വൊക്കാബുലറി, നമ്മുടെ ഡിഗ്രി, നമ്മുടെ ശക്തിയും, നമ്മുടെ മൈറ്റും, നമ്മുടെ പവറും ഒന്നും വിഷയമല്ല. ദൈവവേദലേ, if your ministry has been started, if your life has been started, if your task has been started by stirring up the Lord, കർത്താവിന്റെ ആത്മാവ് നമ്മുടെ മേൽ ഉണ്ടെങ്കിൽ പറയട്ടെ, നിന്റെ കൈ ശൂന്യമാണെങ്കിലും നമ്മുടെ ജീവിതം സന്തോഷമായി പലതിനെയും അഭിമുഖീകരിക്കുവാൻ, പലതിനെയും വലിച്ചു കീറുവാൻ സ്വർഗത്തിലെ ദൈവം ശക്തീകരിക്കും. നമ്മുടെ ഹിസ്റ്ററി അതല്ലേ ദൈവമക്കളെ. ഒന്നാം നൂറ്റാണ്ടിൽ ദൈവസഭ, ദ ബർത്ത് ഓഫ് ദ ക്രൈസ്റ്റ് ഇൻ ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 2, അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ ദൈവസഭ തുടങ്ങുമ്പോൾ പത്രോസിന്റെ കൈ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. പണ്ടെന്ത് ഒരു വലയുണ്ടായിരുന്നെന്ന് പറയാമായിരുന്നു, വള്ളം ഉണ്ടെന്ന് പറയാമായിരുന്നു. ഇതൊന്നുമില്ല. മത്തായിയുടെ കയ്യില് ജോലിയെല്ലാം, ടാക്സ് കളക്ടർ പണിയെല്ലാം കഴിഞ്ഞ് ഇത് അവരുടെ ആരുടെയിൽ ഒന്നുമില്ലാതെ ശൂന്യമായിരുന്നിടത്ത് ദൈവം കൊണ്ടുവന്ന ദൈവത്തിന്റെ സഭ. മലയാളി പെന്തക്കോസുകാർക്ക് നമുക്ക് പറയാൻ എന്താ ഉള്ളേ? ഹല്ലേലൂയ. 19-ാം നൂറ്റാണ്ടില് കേരളക്കരയിൽ പെന്തക്കോസ് വന്നപ്പോൾ എന്തെങ്കിലും വെച്ചോണ്ടാണോ പ്രസ്ഥാനം, എന്തെങ്കിലും വെച്ചോണ്ടാണോ ഈ മൂവ്മെന്റ് തുടങ്ങിയത്? പലപ്പോഴും ദൈവനാമത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചതുകൊണ്ട് കയ്യിലുണ്ടായിരുന്നതും കൂടെ കളഞ്ഞേച്ചിറങ്ങി വന്ന പിതാക്കന്മാരുടെ ചരിത്രം കേട്ടത് എത്ര പേര് ഇരിപ്പുണ്ട്? അതിൻ്റെ പിൻതലമുറക്കാര് എത്ര പേര് ഇതിനകത്ത് ഇരിപ്പുണ്ട്? വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടവർ ദൈവനാമത്തിനു വേണ്ടി ഇറങ്ങി തിരിച്ചത് കൊണ്ട് വെറും കൈയോടെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ, ഒരു തുണി മാറി ഉടുക്കാൻ ഒരു തുണി എടുക്കാതെ വെറും കൈയോടെ ഇറങ്ങി തിരിച്ച ഒരു സ്റ്റോറി അല്ലേ, ഒരു ഹിസ്റ്ററി അല്ലേ ദൈവമക്കൾ നമുക്ക് പറയാനുള്ളത്? ദൈവദാസന്മാരുടെ മക്കള് ഒക്കെ ഇതിന്റെ 2-3 തലമുറകളൊക്കെ ഇതിനകത്ത് ഇരിപ്പുണ്ട്. അവർക്കൊക്കെ പറയാനുള്ള സ്റ്റോറി എന്താണെന്നറിയാവോ? ഒന്നുമില്ലാതെ, കയ്യിൽ ഒരു മാറി ഉടുക്കാൻ തുണിയില്ലാതെ ഇറങ്ങി തിരിച്ച കാലം. അന്ന് നമുക്ക് ഹോളില്ല, അന്ന് നമുക്ക് സ്നാനക്കുളമില്ല, അന്ന് നമുക്ക് ഡ്രം അടിക്കാൻ മ്യൂസിക് സിസ്റ്റം ഇല്ല, പിന്നെ ഗിറ്റാറിൽ അക്കോസ്റ്റിക് ഇല്ല, കീബോർഡിൽ ഇതൊന്നുമില്ലാതെ ആരുടെയൊക്കെ വീടിന്റെ പറമ്പിലിരുന്ന്, ആരുടെയൊക്കെ വീടിന്റെ തിണ്ണകളിലിരുന്ന് കൊട്ടിപ്പാടി ആരാധിച്ചു. ഒന്നുമില്ലായിരുന്നപ്പോ പക്ഷെ അന്ന് എന്തോ ഉണ്ടായിരുന്നു? പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. ശിംശോന്റെ മേൽ ദൈവം പകർന്ന ആത്മാവ് അന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമ്മുടെ സമൂഹത്തിന് എന്താ പറ്റിയേ?
നമുക്ക് സ്നാനക്കുളം സ്വന്തമായിട്ടുണ്ട്. സാങ്ച്വറിക്കകത്ത് ഞങ്ങളുടെ സ്നാനക്കുളം പോർട്ടബിളാ. ഇവിടെ വെച്ച് സ്നാനപ്പെടുത്തണം, ഇവിടെ വെക്കാം. പലയിടത്തും സാങ്ച്വറിക്കകത്ത് നമുക്ക് സ്നാനക്കുളമായി, സ്വന്തം ബിൽഡിംഗ് ആയി, ഇൻസ്ട്രുമെന്റ്സ്, millions of dollars of music instruments ആയി. But the Spirit of God wants us to ask. You started in spirit. ആത്മാവ് കൊണ്ട് തുടങ്ങിയത് ചിലത് നമ്മൾ ജഡത്തിൽ അവസാനിപ്പിക്കരുത്. ആത്മാവിൽ തുടങ്ങിയത്, ആ ആത്മാവിന്റെ ശക്തി ഈ ദിവസങ്ങളിൽ തുടർന്ന് പോകട്ടെ. ദൈവമക്കളെ, കൈ ശൂന്യമാണെങ്കിലും ഈ ദിവസങ്ങളിൽ തീരുമാനം എടുക്കണം. കർത്താവേ, അപ്പ എൻ്റെ കൈ ശൂന്യമാണെങ്കിലും, അത് നിങ്ങളുടെ മിനിസ്ട്രിയിലാകട്ടെ, പേഴ്സണൽ ലൈഫിലാകട്ടെ. കാനഡയിൽ വന്ന് ഇന്നലെ പാസ്റ്റർ പറഞ്ഞില്ലേ, ഈ കാനഡയിലോട്ട് വന്നപ്പം നമ്മൾ 2 പെട്ടിയും തൂക്കി ഇങ്ങോട്ട് കടന്നു വന്നു. എൻ്റെയൊക്കെ ജീവിതത്തിന്റെ അനുഭവം അതേ ഉള്ളൂ. ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന വസ്തു പപ്പ കൊണ്ടുവന്ന് ലോൺ എടുത്തു വെച്ച് ആ പൈസയും കൊണ്ട് ഇവിടെ വന്ന് ദൈവം ഇവിടെ അനുഗ്രഹിച്ചു. ഇവിടെ ദൈവം നടത്തിയ വിധങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ആത്മാവ് കുറഞ്ഞു പോയോ? ചിലപ്പോഴൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ കുത്തലുകൾ കടന്നു വരാറുണ്ട്, പ്രയോറിറ്റി മാറുമ്പോൾ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നാം ഓർക്കണം ദൈവമക്കളെ, നമ്മുടെ പ്രയോറിറ്റി എന്തായിരിക്കണം? The one who began our work in the spirit, let us continue in the spirit. So ഒന്നാമത്തെ ആത്മാവിന്റെ നിറവിന്റെ ഒന്നാമത്തെ ഗുണം അവിടെ സംഭവിച്ചു, തൻ്റെ കയ്യിൽ ഒന്നുമില്ലാതിരിക്കെ. So that is the benefit of the filling of the Holy Spirit. നിന്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും ആത്മാവുണ്ടോ, പലതിനെയും അഭിമുഖീകരിക്കുവാൻ നിന്റെ ജീവിതത്തിൽ കഴിയും. മുന്നോട്ട് കടന്നു പോകുമ്പോൾ 1-2 വാക്യങ്ങൾ വായിച്ചു പറയാം. 19-ാമത്തെ വാക്യം വായിച്ചേ. അതിന്റെ ഹിസ്റ്ററിയിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ജസ്റ്റ് ആ വാക്ക് തന്നെ, അഗെയിൻ ദ സെയിം വേർഡ് യു വിൽ സീ, ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് റഷ്ഡ് അപ്പോൺ ഹിം. ഒരു വലിയ വിജയം കൊടുക്കുകയാണ്. പക്ഷെ ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഈ 30 പേര് ഈ അസ്കോനിൽ അവിടെ ചെന്ന് ഈ 30 പേരെ ഇവൻ കൊന്നതുകൊണ്ട് മറ്റൊരു സംഭവം അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് അടുത്തത് ശിംശോൻ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? നമുക്കെല്ലാം വളരെ ശിംശോനെ പറ്റി കേട്ടുള്ള ഒരു കാര്യം. ശിംശോൻ 300 കുറുക്കന്മാരെ ഒന്നിച്ചു പിടിച്ചു. ഞങ്ങളുടെ അവിടെ ഹോസ്പിറ്റലിൽ പെറ്റ് തെറാപ്പി ഉണ്ട്. ഈ ഒരു പെറ്റിനെ ഒന്ന് തലോടാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ 300 കുറുക്കന്മാരെ, എനിക്കറിയത്തില്ലേ, ഐ ക്യാൻ ഈവൻ ഇമാജിൻ, ഈ ശിംശോൻ ഈ 300 എണ്ണത്തിനെയും കൂടെ ഒന്നിച്ച് വാലെ കെട്ടിയോ അതോ ഈരണ്ട് ഞാൻ വിചാരിക്കുന്ന ഈരണ്ടായിട്ട് കെട്ടിയെന്നാ. കാരണം 2 കുറുക്കന്മാരെ കെട്ടിയിട്ട് അതിന്റെ നടുക്കെന്തോ വെച്ചു, ഒരു പന്തം വെച്ചു. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ബൈ 2 ആയിരിക്കും ശിംശോൻ കെട്ടിയത്. അപ്പോൾ ഞാൻ വിചാരിക്കുക ഈ 2 കുറുക്കന്മാരെ കെട്ടി അതിന് നടുക്കൊരു പന്തം വെച്ചു, അടുത്തതിനെ പിടിച്ചു. അപ്പൊ ഇതിവിടെ നിൽക്കുവാണ്, ഈ കുറുക്കൻ ഇവിടെ നിൽക്കുവാണ്. ഹൗ ഡിഡ് ഹി ഡു ഇറ്റ്? എങ്ങനെ ശിംശോൻ ഈ പരിപാടി ഒപ്പിച്ചേ? അവിടെ എഴുതിയിരിക്കുകയാണ്, 300 കുറുക്കന്മാരെ പിടിച്ച് വാല് കെട്ടി അതുങ്ങളെ പന്തം കത്തിച്ച് ഫെലിസ്ത്യന്റെ കൃഷിസ്ഥലത്തിലോട്ട് ഇട്ട് കംപ്ലീറ്റ് കത്തിച്ച് കളഞ്ഞു. ഈ ആത്മാവ് ചെയ്യുന്ന എന്നാന്നറിയാവോ? മനസ്സിലാകത്തില്ല. നിങ്ങൾ ഇന്ന് മുഴുവൻ ഞാൻ ഇന്ന് ഒരു 2-3 ദിവസം മുഴുവൻ ഇരുന്ന് ആലോചിച്ചു, റിസർച്ച് ചെയ്തു, ഞാൻ പലതും നോക്കി. എന്നിട്ട് എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു ആൻസർ കിട്ടിയില്ല. ഹൗ ഡിഡ് സാംസൺ ഡിഡ് ദിസ്? 300 കുറുക്കന്മാരെ ഒന്നിച്ചെന്ന. ഇന്ന് പകൽക്കാലം നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, നിന്റെ ജീവിതത്തിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയാൽ എങ്ങനെ പലതും സംഭവിച്ചെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. എത്ര ആലോചിച്ചാലും നോ എക്സ്പ്ലനേഷൻ. ഹല്ലേലൂയ. ഇവിടെ കടന്നു വന്ന പലർക്കും പറയാനുള്ള അനുഭവം ഇതാ. തിരിഞ്ഞു നോക്കിയാൽ there is no explanation. How did it happen? But it happened in an extraordinary way. Answer is this: the Spirit of God is doing it. ഹല്ലേലൂയ. അസാധാരണമായ ചില ദൈവപ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ എങ്ങനെ സംഭവിക്കും, എങ്ങനെ നടക്കുമെന്ന് എനിക്കറിയത്തില്ല. കർത്താവ് എങ്ങനെ നടക്കുമെന്ന് ഹ്യൂമൻ വേയിലി പോസിബിളി എക്സ്പ്ലെയിൻ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പറയാം, നിന്റെ ബുദ്ധിക്ക് മച്ച് ബിയോണ്ട് യുവർ തിങ്കിങ്, മച്ച് ബിയോണ്ട് യുവർ കോംപ്രിഹെൻഷൻ, മച്ച് ബിയോണ്ട് എനിബഡി ക്യാൻ എക്സ്പ്ലെയിൻ. ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് നോസ് ആൻഡ് ഹി വിൽ ഡു ഇറ്റ്. ദൈവത്തിന്റെ ആത്മാവ് ചെയ്യുമ്പോൾ ചിലതുണ്ടല്ലോ ആർക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. കുഞ്ഞെ, നീ എങ്ങനെയാ പരീക്ഷ പാസ്സായെന്ന് ആർക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. നിനക്ക് എങ്ങനെയാ ജോലി കിട്ടിയെന്ന് ആർക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. നീ എങ്ങനെ വീട് വാങ്ങിച്ചെന്ന്, ഹല്ലേലൂയ, മോർട്ട്ഗേജ് ബ്രോക്കർക്ക് പോലും അതിശയമാ എങ്ങനെ അപ്രൂവ് ആയെന്ന്. എങ്ങനെയാണെന്നറിയാമോ? ഇറ്റ് ഈസ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ഡൂയിങ് സർട്ടൻ തിങ്സ്. ഈ പരിപാടി ചെയ്തുകൊണ്ട് ഈ 300 കുറുക്കന്മാരെ വാല കെട്ടി തോട്ടത്തിലിട്ടുകൊണ്ട് മറ്റൊരു കാര്യം അവിടെ സംഭവിച്ചു. ഇവന്റെ ഓൺ ആൾക്കാര്, സാംസന്റെ ഓൺ ആൾക്കാര് വന്ന്
ഇവന് നേരെ തിരിഞ്ഞു. നോക്കിക്കുക എന്റെ 11-ാം വാക്യം, 15-ന്റെ 11-ാമത്തെ വാക്യം. ആ അടുത്തതും കൂടെ. വായിച്ചോ അടുത്ത. അടുത്തത് എന്താ എഴുതിയേക്കുന്നതെന്ന് അറിയാമോ? മതി. അവിടെ എത്തിയപ്പോ, സോ ബിക്കോസ് ഈ സാംസൺ ഈ കാര്യം ചെയ്തത് കൊണ്ട് ഹിസ് ഓൺ പീപ്പിൾ ഫ്രം ജൂഡ ദേ കെയിം ബൈൻഡ് ഹിം വിത്ത് ഫ്രഷ്, പുതിയ കയറുകൊണ്ട് അവന്റെ കൈ കെട്ടി ഇവനെ വരിഞ്ഞു കെട്ടി. ഇപ്പൊ ഇവനെ എവിടെ കൊണ്ടുപോയി നിർത്തിയേക്കുവാന്നറിയാമോ? ഫെലിസ്ത്യന്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയേക്കുക. അവിടെ എഴുതിയിരിക്കുകയാണ്, അവൻ ലേഹിയിൽ എത്തിയപ്പോൾ ഫെലിസ്ത്യർ അവനെ കണ്ടിട്ട് ആർത്തു. അപ്പൊ ഫെലിസ്ത്യർക്ക് ഭയങ്കര സന്തോഷം. കാരണം ഇപ്പം പാര വെച്ചേക്കുന്ന ആരാ? ഇവനകത്തുള്ള ആള് തന്നെ. ഞങ്ങൾ പോയി അവനെ പിടിച്ചുകൊണ്ട് വരണ്ട, ഞങ്ങൾ ഇത്രയും നാൾ ഇവനെ കെട്ടാൻ നോക്കുക, ഇത്രയും നാൾ ഇവനെ കയറിട്ട് കെട്ടാൻ നോക്കുമായിരുന്നു. പക്ഷെ ദേ അവന്റെ ആൾക്കാർ തന്നെ അവനെ പിടിച്ചു കെട്ടി അവനെ അവിടെ കൊണ്ടുവന്നിരിക്കുക. അല്ല, പുതിയ കയറുകൊണ്ട്, ആർക്കും അഴിക്കാൻ പറ്റാത്ത പുത്തൻ കയറുകൊണ്ട് പിടിച്ച് ഫെലിസ്ത്യന്റെ മുമ്പിൽ കണ്ടുവന്നപ്പോഴത്തേന് ഫെലിസ്ത്യർക്കെല്ലാം ഭയങ്കര സന്തോഷം, ഭയങ്കര ഘോഷം. പക്ഷെ അടുത്തെന്താ അവിടെ എഴുതിയിരിക്കുന്നേ? 14-ന്റെ രണ്ടാമത്തെ ഭാഗം. ഫെലിസ്ത്യർ അവനെ കണ്ട് ആർത്തു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. എപ്പോൾ? ഹിസ് ഓൺ പീപ്പിൾ, when they bind him, they brought him in front of the enemy. The enemy is making a loud voice to kill him. അവനെ കൊല്ലാൻ വേണ്ടിയിട്ട് ശത്രുവായവൻ ആരവം മുഴക്കുമ്പോ, ഘോഷം മുഴക്കുമ്പോ, അവന്റെ കൈ ബന്ധനത്തിലായിരിക്കുമ്പോ, അവനെ കെട്ടി വരിഞ്ഞിരിക്കുമ്പോ, അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ വന്നു. എന്നിട്ട് നിങ്ങൾ അടുത്ത ഭാഗം ശ്രദ്ധിച്ചു നോക്കിക്കേ, എന്താ എഴുതിയിരിക്കുന്നത്? അപ്പോൾ യഹോവയുടെ ആത്മാവിന്റെ മേൽ വന്നു. അടുത്ത എന്താ എഴുതിയിരിക്കുന്നേ? എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല. എന്താ എഴുതിയേക്കുന്ന അവസാനത്തെ ആ വാക്ക്? ഞാൻ ഈ ഭാഗം വായിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനെ ഒത്തിരി സന്തോഷിപ്പിച്ചു. ആരാ കെട്ടിയത്? ഹിസ് ഓൺ പീപ്പിൾ. ഹല്ലേലൂയ. എന്നിട്ട് എവിടെ കൊണ്ട് നിർത്തിയേക്കുന്നേ? അവരുടെ ശത്രുവിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയപ്പോ അറ്റ് ദാറ്റ് ടൈം ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് കേം അപ്പോൺ ഹിം. എന്നിട്ട് എഴുതിയിരിക്കുക, ഒരു ചണനൂല് തീക്കകത്തി കരിഞ്ഞു പോകുന്നത് പോലെ ആ കയറ് കരിഞ്ഞു പോയിട്ട്, ഹല്ലേലൂയ, അത് ദ്രവിച്ചു പോയി. എങ്ങനെയാ ദ്രവിച്ചു പോയത്? ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ കടന്നു വന്നപ്പോ. ഭാവം വായിച്ചപ്പോ എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം, മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക് അറിയാം, our body, നമ്മുടെ തന്നെ ബോഡിയുടെ ഒരു പ്രത്യേകത, our body, there is a disease that our body, our immune system fight against our own immune system. ഡിസീസിന്റെ പേരെന്താണെന്നറിയാമോ? ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിന്റെ ആത്മാവില് ഞാൻ ഹെസിറ്റേറ്റ് ചെയ്ത് ഇത് പറയണമെന്ന്, പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, you still say. You know what is autoimmune disease? Autoimmune disease is our own immune system is fighting against our own immune system, our own body developing some antibodies. എന്തൊക്കെ ഡിസീസ് ആണെന്നറിയാം? റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, സീലിയാക് ഡിസീസ്, IgM നെഫ്രോപ്പതി, തൈറോയിഡൈറ്റിസ്. ആൾക്കാർ ടയേർഡായി, വീക്കായി, ആൾക്കാർക്ക് എഴുന്നേക്കാൻ വയ്യ, ജോയിൻസിന് അഫക്റ്റ് ചെയ്യുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്. ദൈവത്തിന്റെ ആത്മാവ് ഈ ഭാഗം വായിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, കുഞ്ഞെ, ശിംശോന്റെ യഹൂദന്മാര് കെട്ടിയ കയറ് ഒരു തീ എന്ന ചണം കൊണ്ട് കരിഞ്ഞു പോയതുപോലെ, ദ്രവിച്ചു പോയതുപോലെ മാറിയെങ്കിൽ ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുന്ന ആരെങ്കിലും, ഹല്ലേലൂയ, എന്തെങ്കിലും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് നിങ്ങളുടെ ബോഡിക്കകത്ത് എന്ത് അസുഖമായിക്കൊള്ളട്ടെ, അതിനെ കരിച്ചു കളയുവാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ ശക്തിയുണ്ട്. ആത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ, no matter that is what kind of disease, what kind of issue it is, the Spirit of God will melt it away. Hallelujah. ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്നാ പറയുന്നത് ദൈവമക്കളെ.
21 വർഷം മുമ്പ് എൻ്റെ മാതാവ് ക്യാൻസറായി. ഒരു ബ്രസ്റ്റിന് ക്യാൻസർ ഉണ്ട്, മറ്റേ ബ്രസ്റ്റിന് ക്യാൻസർ ഉണ്ട്, തൊണ്ടയ്ക്ക് ക്യാൻസർ ഉണ്ട്, ജീവിക്കത്തില്ലെന്ന് പറഞ്ഞ് സാക്ഷികൾ 2 പേര് അമ്മയുടെ കീമോ എടുത്തപ്പം പോയി കണ്ടവർ 2 പേര് പുറകിലിരിപ്പുണ്ട്. കറുത്ത് കരിക്കട്ട പോലെയായി, ഇനി ജീവിക്കത്തില്ല. RCCയുടെ 4 ചുവരിനകത്ത് ജീവിതം അവസാനിക്കുമെന്ന് പറഞ്ഞൊരു ഇരിപ്പുണ്ട്. ദൈവദാസന്റെ ഭാര്യ ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ വെച്ച് തീരുവെന്ന് പറഞ്ഞവർ, കരിച്ചു കളഞ്ഞ ദൈവത്തിന്റെ ആത്മാവ് കരിച്ചു കളഞ്ഞ അനുഭവങ്ങൾ അല്ലെങ്കിൽ ഇന്ന് പകൽക്കാലം പറയുക, if the spirit of God is there with you, പറയട്ടെ, ആത്മാവ് നിന്നെ ചിലയിടത്തൊക്കെ നടത്തിയെങ്കിൽ ഒരു നിമിഷം ദൈവത്തെ ആരാധിക്കാമോ? ആത്മാവ് ചിലതിനെ കരിച്ചു കളയുന്ന ഒരു കോൺഫറൻസ് ആയി തീരട്ടെ. ആത്മാവ് ചിലതിനെ അല്ലെങ്കിൽ ചണനൂൽ പോലെ വെന്ത കരിഞ്ഞു പോകുന്ന യേശുവിന്റെ നാമത്തിൽ ചില ഓട്ടോഇമ്യൂൺ ഡിസീസ്, ചില സീലിയാക് ഡിസീസ്, if you are resistant to gluten, നിനക്ക് ഗ്ലൂട്ടൻ ഉള്ളതൊന്നും കഴിക്കാൻ പറ്റാതെ നീ വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, കിഡ്നി ഡിസീസ്, യേശുവിന്റെ നാമത്തിൽ when the spirit of God come upon you, ഹല്ലേലൂയ, അതിനെ കരിച്ചു കളയുന്ന ദൈവത്തിന്റെ ശക്തി, ഹല്ലേലൂയ. ശിംശോന്റെ ശക്തിയല്ല, ശിംശോന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നപ്പോൾ അത് ചണനൂൽ പോലെ അവന്റെ ബന്ധനങ്ങൾ കരിഞ്ഞുപോയി എന്ന് എഴുതിയിരിക്കുക. മൈ ടൈം ഈസ് അപ്പ്. ഒറ്റ ഭാഗങ്ങൾ കൂടെ മാത്രം പറഞ്ഞിട്ട് ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുക. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം മാത്രം വായിച്ചിട്ട് 17-ാം വാക്യം. എഫേസ്യർ വായിച്ചോ, താഴോട്ട് വായിച്ചു. രണ്ട് കമ്പാരിസൺ റിയലി കമ്പയർ ചെയ്യാൻ പറ്റാത്ത 2 കാര്യങ്ങളാണ്. പക്ഷെ പൗലോസ് പറയുകയാണ്, ആദ്യം പറയുകയാണ്, നിങ്ങൾ വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ എന്തുണ്ടാകും? ദുർനടപ്പുണ്ടാകും. പകരം നിങ്ങൾ എന്ത് കുടിച്ച് നിറയണം? ആത്മാവ് നിറച്ച്. എന്തുകൊണ്ടാണ് പൗലോസ് അത് കൊണ്ടുവന്നതെന്നറിയാമോ? വീഞ്ഞു കുടിച്ച് നോർമൽ ആള് വീഞ്ഞു കുടിക്കാതിരിക്കുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ ഈ മദ്യം, വീഞ്ഞ് ഇതിനകത്ത് ചെല്ലുമ്പോൾ ആളിന്റെ ആറ്റിറ്റ്യൂഡ്, ബിഹേവിയർ, ക്യാരക്ടർ, തിങ്കിങ്, വോക്കിംഗ്, ഇതെല്ലാം ആരാ ഇൻഫ്ലുവൻസ് ചെയ്യുന്നേ? ഈ അകത്ത് കിടക്കുന്ന മദ്യവ. അകത്ത് കിടക്കുന്ന ഇയാളല്ല, ആളിനെ മാറ്റിയത്. ആളിന്റെ നടപ്പ്, ആളിന്റെ ചിന്ത, ആളിന്റെ സംസാരം, ആളിന്റെ ബിഹേവിയർ, ക്യാരക്ടർ, ഇതെല്ലാം മാറ്റിയതാരാ? ഈ അകത്തോട്ട് കയറിയ മദ്യത്തിന് ഇൻഫ്ലുവൻസ്. ആൽക്കഹോൾ ഹാസ് എൻ എഫക്ട് ടു ഇൻഫ്ലുവൻസ് അവർ തിങ്കിങ്. അതുകൊണ്ട് പൗലോസ് പറയുക, അത് ചെയ്യരുത്, മറിച്ച് എന്ത് ചെയ്യണം? ആത്മാവിൽ നിറയണം. അവിടെയാണ് ദൈവമക്കളെ പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസം. ഹല്ലേലൂയ. when the spirit of God fills us, അതിനെ നിറയ്ക്കുമ്പം അങ്ങനെയുള്ളവർ എന്തോ ചെയ്യണമെന്ന് എഴുതിയിരിക്കുന്നേ? സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിക്കണം. ഫോൺ എടുത്ത് വിളിക്കുമ്പം, ഹലോ, എന്തോ ഉണ്ട് സിസ്റ്ററെ വിശേഷം? നമ്മൾ ആ 91-ാം സങ്കീർത്തനത്തിന്റെ ആദ്യത്തെ വാക്ക്, അങ്ങനത്തെ കോൺവെർസേഷൻ വല്ലതും നടക്കും? ഇറ്റ് ഡസൻറ്റ് സേ ദാറ്റ്. ബട്ട് എന്താ ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്നേ? സംസാരങ്ങളിൽ ദൈവിക കാര്യങ്ങൾ വരട്ടെ, ഗോസിപ്പുകൾ മാറട്ടെ, ഹല്ലേലൂയ, കുറ്റങ്ങൾ മാറട്ടെ. ഈ ദിവസങ്ങളിൽ ആത്മാവ് നിറഞ്ഞ ഒരാളിന്റെ ലക്ഷണം. All I wanted to compare is what happened when the Samson was filled with the Spirit in the Old Testament. But what happens when in the New Testament when we fill with the Spirit? What is the purpose in our life? ഇത്രയേ ഉള്ളൂ. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിക്കാനാണ് ഈ ആത്മാവ് നിറച്ചേക്കുന്നത്. ഹല്ലേലൂയ. അടുത്ത എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ? നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്യും. ഞാൻ വർഷിപ്പ് ലീഡർ അല്ലയോ, എനിക്ക് പാട്ട് പാടാൻ അറിയത്തില്ല, പ്രസംഗിക്കാൻ അറിയത്തില്ല. ഭാരപ്പെടണ്ട. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് എന്തിനു വേണ്ടിയിട്ടാണ് തന്നേക്കുന്നേ? നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് വേണ്ടി പാടാൻ. അതിനാരും കുഴപ്പമില്ലല്ലോ. നമ്മുടെ വീട്ടിൽ തന്നെ നടക്കുമ്പോൾ, ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ പാടാൻ പ്രത്യേകിച്ച് ട്യൂണൊന്നും വേണ്ടല്ലോ. ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തു കൊള്ളുവിൻ. അടുത്ത വാക്യമാണ് എന്നെ ചിന്തിപ്പിച്ചതും. I want you to think during this conference. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം. That is, I believe, that is the perfect
That is the ultimate purpose of the filling of the Holy Spirit, is to be submissive to one another. Hallelujah. മറ്റൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ, can you be submissive to your spouse? Can you be submissive to your church? Can you be submissive to your pastor? Can you be submissive to your church? Hallelujah. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ വിളിക്കുക, ചോദിക്കുക എന്ന പകൽക്കാലം. കുഞ്ഞെ, ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ജഡം കൊണ്ട് അവസാനിപ്പിക്കുക ഒരിക്കലും അരുത്. ആത്മാവ് കൊണ്ട് ആരംഭിച്ചത് ആത്മാവ് കൊണ്ട് തന്നെ നടത്തുവാൻ ദൈവം സഹായിക്കട്ടെ. ഈ ദിവസങ്ങളിൽ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ച് ഹൃദയത്തിൽ കർത്താവിന് വേണ്ടി പാടി അന്യോന്യം കീഴ്പ്പെട്ട് ദൈവഭയത്തിൽ മുന്നേറുവാൻ ഈ ആത്മാവിന്റെ കൃപ നമ്മെ ശക്തീകരിക്കട്ടെ. സമയം തന്ന കോൺഫറൻസിന്റെ ഭാരവാഹികളോട് നന്ദി പറയുന്നു.